ഒരു കുഞ്ഞു വീഡിയോ ആണ്. ഞങ്ങളേ തുണി ഉച്ച കഴിഞ്ഞപ്പോൾ ഒരു ഇരുട്ടൊക്കെ വന്നു, മഴ പെയ്യാനായിരിക്കും. അപ്പോൾ പാൻറ് ഷർട്ടൊക്കെ മടക്കാൻ വേണ്ടിയൊക്കെ കൊണ്ടുവന്ന് ഇട്ടേക്കുന്നു കേട്ടോ. അതിലൊക്കെ കൊണ്ടുവന്നിട്ട മുടിയാവും. അപ്പോൾ അതുകൊണ്ട് മോളുടെ ബെഡ്റൂമിൽ കൊണ്ടുവന്നാണ്. അപ്പോൾ അവൻ ഇങ്ങനെ ഇരിക്കുന്നു. എല്ലാവർക്കും ചിത്ര വ്ളോഗിലേക്ക് സ്വാഗതം. കുഞ്ഞു വീഡിയോ കേട്ടോ, കുഞ്ഞു വീഡിയോ. മോനെ കാണാൻ ആഗ്രഹിക്കുന്ന കുറേ ആൾക്കാരില്ലേ, മോനെ ഇഷ്ടപ്പെടുന്ന കുറേ ഫാൻസുകൾ, അവർക്ക് വേണ്ടി. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഞാൻ എവിടെ തുണി മടക്കാൻ വരണോ അവൻ അവിടെ ഇരിക്കും. ഞാൻ മോളിൽ പോകണോ അവിടെ പോവും. ഞാൻ അടുക്കള കയറി അവിടെ വന്നിരിക്കും. എൻ്റെ ഇടയ്ക്ക് അച്ഛനൊന്ന് ടീഷർട്ട് ഇട്ട് പുറത്തേക്ക് പോകാൻ പോയപ്പോൾ അവനിങ്ങനെ ഒളിഞ്ഞ് നോക്കണം, അച്ഛൻ എവിടെ പോയെന്ന് ഇരുന്ന് നോക്കണം. അവനെ എപ്പോഴും ഗേറ്റിൻ്റെ അവിടെ കൊണ്ടുപോകില്ല. അവനൊരു ടൈമുണ്ട്. ഇനി 8:30 കൊണ്ടുപോകുള്ളൂ. 8:30 കൊണ്ടുപോയി മൂത്രമൊഴിപ്പിച്ചിട്ടൊക്കെ കയറ്റി കാലും കൈയൊക്കെ തുടച്ച് വായൊക്കെ കഴിയണേ 9 മണി 9:30 അവ കിടക്കാൻ ഇരിക്കും. ഇപ്പം അങ്ങ് ഉറക്കം തൂങ്ങണം. ചിക്കനൊക്കെ കൊടുത്തു കേട്ടോ. എന്നാലും ഇപ്പോൾ ഡെയിലി ചിക്കനാണ്. മുട്ട ഇപ്പോൾ ചൂടായതുകൊണ്ട് കുറച്ചു. അതുപോലെ ഇവൻ തടി വെച്ച് വരുമല്ലോ, അതുകൊണ്ട് മുട്ട ഇപ്പോൾ അധികം കൊടുക്കാറില്ല, വല്ലപ്പോഴൊക്കെ കൊടുക്കാറുള്ളേ. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ഷെയറും കമൻറ്റൊക്കെ ചെയ്യുക. എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാലേ കേട്ടോ. ആദ്യമായിട്ട് ചാനൽ കാണുന്നുള്ളവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സ്കിപ്പ് ചെയ്യാതൊക്കെ കാണുക. ഒരു കുഞ്ഞു വീഡിയോ മോനെ കാണാൻ വേണ്ടി മാത്രം കേട്ടോ. അപ്പോൾ ഈ തുണിയൊക്കെ ഒന്ന് മടക്കി വെക്കട്ടെ. ഫ്രണ്ട്സ്, ഒരു പണിക്കാരത്തി വരാമെന്ന് പറഞ്ഞിട്ട് വന്നില്ല കേട്ടോ. ഒരു കടക്കാരൻ വിട്ടതാണ്. ഇവർ എന്താണെന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ പണിക്ക് അത്യാവശ്യം ഉണ്ടെന്ന് പറയുമ്പോൾ കുറേ പേര് വന്നു കേട്ടോ. അപ്പോൾ ഇപ്പോൾ 2 മണിക്കൂറത്തെ പണിയേ ഉള്ളൂ. ഇവർ കണ്ടിന്യൂ ചെയ്താൽ 2 മണിക്കൂറത്തെ പണി, അടിക്കലും തുടക്കലും പാത്രം കഴിയലൊക്കെ. ഇവൻ ദീപൊക്കെ നമ്മുടെ ഇലാക്കയിലുള്ള പയ്യനായതുകൊണ്ട് അവൻ 2 നേരം വരും. ദൂരേന്ന് വരുന്നവരൊക്കെ 1 നേരം വരത്തുള്ളേ. അപ്പോൾ വരുന്നവരൊക്കെ ഒത്തിരി കാശാണ് ചോദിക്കുന്നത് 2 മണിക്കൂർ. പക്ഷെ നമ്മൾ 2 മണിക്കൂറുള്ള പണിക്ക് അവർ ഒത്തിരി കാശ് ചോദിക്കുന്നത്. നമ്മൾ 2 മണിക്കൂറുള്ള പണി കുക്കിംഗ് ചെയ്യും, പിന്നെ വരും പണി ചെയ്യും, പിന്നെ വരും തുടക്കും. അപ്പോൾ അത് ഒരുപാട് നേരം പിടിക്കുന്നു. പിന്നെ തുണികൾ വിരിക്കും, പിന്നെ വന്നിട്ട് തുടക്കും, അടിച്ചു വാരിയിട്ട് പോകും, തുണികൾ വിരിച്ചിട്ട് വരും. അങ്ങനെ നമ്മൾ ഒരുപാട് നേരം പിടിക്കും. അതാണ് കാര്യം കേട്ടോ. അവിടെ ചേച്ചി വർത്താനം പറയുന്നത് അതാ ശ്രദ്ധിക്കുന്നത്. ചേച്ചിക്ക് തൊണ്ടവേദനയും പനി. ഇപ്പോൾ ഞാൻ മെഡിസിനൊക്കെ മേടിച്ചുകൊണ്ടൊന്നും കൊടുത്തു. മോനും സുഖമില്ല, ചൂടിൻ്റെയാണ് കേട്ടോ. ഇവിടെ കൊടുങ്കാറ്റൊക്കെ വരാമെന്ന് പറഞ്ഞിട്ട് കൊടുങ്കാറ്റൊക്കെ ഒറീസ വഴി പോയെന്ന് പറയുന്നത്. എന്നാലും മഴ പെയ്യുന്നുണ്ട്, ഭയങ്കര ചൂട്. അതുകൊണ്ട് നാട്ടിലൊക്കെ മഴ പെയ്യുന്ന ചൂട് മൊത്തം ഇവിടെയാണ്. ഇരിപ്പ് നോക്കൂ, കിടന്നിരിക്കുന്ന ശ്രദ്ധിച്ചതാ ചേച്ചി. ചേച്ചി അവിടെ ആരോടാ ഈ ഹിന്ദിയിൽ, ചേട്ടനും മോളും ഹിന്ദിയിൽ സംസാരിക്കത്തുള്ളേ, അങ്ങനെയാണ്. അപ്പോൾ അവൻ താടിക്ക് കൈയും വെച്ച് ഒന്ന് ശ്രദ്ധിച്ചാണ് ഇത് ആരോടാണ് ഹിന്ദി സംസാരിക്കുന്നത്. ഇനി ചേട്ടൻ്റെ കൂട്ടുകാരും എല്ലാവരും വന്നോ, ചിരിക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ ഏതായാലും ഞാൻ ഒരുപാട് ആൾക്കാർ, മുനിസിപ്പാലിറ്റി ആൾക്കാരുടെ അടുത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു പയ്യൻ പറഞ്ഞു 12-ാം തീയതിക്ക് മുമ്പ് ഞാൻ പണിക്കാരിയെ കൊണ്ടുവരാൻ, ഭാവി വിഷമിക്കണ്ടോ ഇല്ലെങ്കിൽ എന്നൊക്കെ പറഞ്ഞു കേട്ടോ. പിന്നെ ഇപ്പം നാളെ തൊട്ടൊക്കെ പണിക്കാരും വരും, ലേബേഴ്സും വരും താഴത്തെ ഫ്ലാറ്റിൽ. ഒത്തിരി പണിയാണ്. അതിൻ്റെ ഇടയ്ക്കൊക്കെ കുഞ്ഞു കുഞ്ഞു വീഡിയോ ഇത് കണ്ടു. അപ്പോഴാണ് ഉണങ്ങിയ തുണികളും മടക്കാൻ വരുന്നത്. അപ്പോൾ ആർക്കും റൊട്ടി വേണ്ട, മസാല ദോശ മതിയെന്ന് പറഞ്ഞു. മസാല ദോശ സാമ്പാറുണ്ടാക്കുന്നു, ചമ്മന്തിപ്പൊടിയുണ്ട്. അപ്പോൾ എല്ലാവർക്കും അത് മതിയെന്ന് പറഞ്ഞു. ടേസ്റ്റ് ഇല്ല ആർക്കും, പനിയായതുകൊണ്ടേ. അപ്പോൾ നമ്മൾ രാത്രി എപ്പോഴും റൊട്ടിയാണേ. ആരാ വന്ന? ചേട്ടൻ. ചേട്ടനാണ്. ചേട്ടൻ വർത്താനം പറയുന്നത്, അതുകൊണ്ട് നോക്കണം കൊച്ചെ. ചേട്ടൻ പോന്നോ, വർത്താനം പറയണമെന്നാണ് നോക്കിയത്. മോളാണ്. ഇവിടെ വന്നു പൊന്നോ, ചേട്ടൻ പോയി. അപ്പം അങ്ങോട്ട് ഓടി. വന്നോളും ഇനി കേട്ടോ. ഇനിയിപ്പോൾ വന്നോളും. എന്താണ്, എന്തോ ഓൺലൈൻ വഴി എന്തോ വന്നു, അതാണ് അങ്ങോട്ട് ഓടിയത്. അവൻ അതിൻ്റെ പിറകെ. എന്താ കൊണ്ടുവന്നേ? എന്നോട് വന്ന് പറയുന്ന എന്തോ വന്ന്. എന്താ മേടിച്ചേ ചേച്ചി? എന്താ മേടിച്ച പൊന്നാ? മമ്മി കണ്ട്. മോൻ പറയണ്ട കേട്ടാ. മമ്മി കണ്ട്. തുണികളൊക്കെ മടക്കി കണ്ടോ. ഇനി ഹാങ്ങറൊക്കെ കൊണ്ടുവന്ന് വെക്കണം. ഹാങ്ങറിലൊക്കെ ഇത്രയും ഷർട്ടുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഷർട്ടൊക്കെ എല്ലാം അന്നൊന്നുള്ളത് അന്നൊന്നും അലക്കിയിട്ടില്ലെങ്കിലേ. ഇപ്പോൾ തിരിഞ്ഞു നോക്കുന്ന ചേച്ചി എന്നെ മമ്മീന്ന് വിളിച്ചല്ലോ, അതാണ് കേട്ടോ. സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ വേവിച്ചിട്ട് അവിടെ വന്നേക്കുന്നോ. എൻ്റെ മോൻ സുന്ദരനല്ലേ ഫ്രണ്ട്സ്? സുന്ദരനാണോ? ചിരിക്കണ്.
എൻ്റെ മോൻ സുന്ദരനല്ലേ, എല്ലാവരും ഒന്ന് പറയും. എല്ലാവരും സുന്ദരനാണെന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. പിന്നെ അവൻ്റെ നഖം വെട്ടാൻ വേണ്ടി ഞാൻ സിസർ മേടിച്ചുകൊണ്ടൊന്ന് വച്ചിട്ടുണ്ട്. ഇവൻ്റെ വേറൊരു സിസർ ഗാർട്ടൻസിലായിപ്പോയി കേട്ടോ. താഴത്തെ സാധനങ്ങൾ കുറേ ഗാർട്ടൻസിൽ നമ്മൾ പാക്ക് ചെയ്ത് മുകളിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവൻ്റെ ബെൽറ്റ് ഒക്കെ കുറേ സാധനങ്ങൾ, ഇവൻ്റെ സാധനങ്ങൾ, വീട്ടു സാധനങ്ങൾ, പൈപ്പിൻ്റെ അത്യാവശ്യമുള്ള സാധനങ്ങൾ, ഇലക്ട്രിക് സാധനങ്ങളൊക്കെ ഓരോരോ ബാസ്ക്കറ്റിലായിപ്പോയി. അതുകൊണ്ട് ഞാൻ പുതിയത് മേടിച്ചുകൊണ്ട് വന്നു. ഇവന് നഖം വെട്ടുമ്പോൾ പേടിയാണ്. അപ്പോൾ ഇനി ഉറങ്ങുമ്പോൾ വേണം വെട്ടിക്കൊടുക്കാൻ. നല്ലവണ്ണം ഡീപ്പായിട്ട് ഉറങ്ങുമ്പോൾ വെട്ടിക്കൊടുക്കണം. അതിന് വെട്ടിക്കൊടുക്കണം അത്. അപ്പോൾ 12-ാം തീയതിക്ക് മുമ്പേ ഒരു പണിക്കാരത്തി വന്നാൽ എനിക്ക് കുറച്ച് ആരാം കിട്ടും കേട്ടോ. ഇവിടെ അച്ഛന് വയ്യ, മോൾക്ക് വയ്യ, മോൾക്ക് തൊണ്ടവേദനയും പനി, ചേട്ടന് വയ്യ, പനി. ദൈവമേ ഞാൻ കിടക്കല്ലേ എന്ന് പറയുന്നത്. നമ്മൾ കിടന്നു പോയാൽ എല്ലാം തീർന്നു കേട്ടോ. ചായ ഇടാൻ പോലും പറ്റൂല. ഇവർ ആണുങ്ങൾ ചായ ഇടാനൊക്കെ കയറി ആ പാത്രങ്ങളൊക്കെ കരിച്ച് പിടിച്ച് ഇപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ എനിക്ക് എന്നെ പണി വരും കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ തന്നെ കയറണതാണ് നല്ലത്. മോനെ സ്നേഹിക്കുന്ന കുറേ ഫ്രണ്ട്സ് ഉണ്ടല്ലോ പൊന്നു. ആൻറ്റിമാർ അങ്കിൾമാരൊക്കെ എൻ്റെ മോനെ സ്നേഹിക്കാനുണ്ടല്ലോ പൊന്നു. അല്ലേ പൊന്നു? എൻ്റെ മോനെ സ്നേഹിക്കാൻ, എൻ്റെ സ്കൂബി മോനെ സ്നേഹിക്കാൻ കുറേ ആൻറ്റിമാരും അങ്കിൾമാരും ഒക്കെ ഉണ്ടല്ലോ അല്ലേ പൊന്നു? ഞാനൊരു ഷോർട്ട് വീഡിയോയിൽ പറഞ്ഞ പോലെ ഇവരുടെയൊക്കെ ആയുസ്സും ആരോഗ്യമൊക്കെ നിലനിൽക്കാൻ ഏറ്റവും നല്ല മെഡിസിൻ നമ്മുടെ സ്നേഹമാണ് കേട്ടോ. നമ്മുടെ സ്നേഹം 80% അവർക്ക് സ്നേഹം കൊടുക്കണം. അതുപോലെ തന്നെ നമ്മൾ പരിചരണവും കൊടുക്കണം. നമ്മൾ കുട്ടികൾക്കായാലും വയസ്സായ മനുഷ്യർക്കായാലും നമുക്കിപ്പോൾ വയസ്സായവരെന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് സമാനമാണ് അല്ലേ. നമ്മൾ ഒരുപാട് വയസ്സായവർ കുട്ടികളെ പോലെ എന്നാണ് പറയുന്നത്. അവർക്ക് കുട്ടികളുടെ സ്വഭാവമൊക്കെയാണ്. അപ്പോൾ വയസ്സായവരെയും കുട്ടികളെയൊക്കെ നമ്മൾ നോക്കുമ്പോൾ എന്താണ്, വയസ്സായവർക്കും കുട്ടികൾക്കും നമ്മൾ സ്നേഹവും കൊടുക്കണം, അതിൻ്റേതായ പരിചരണം കൊടുക്കണം. അപ്പോഴാണ് അവർക്ക് ആയുസ്സും ആരോഗ്യം അല്ലേ. നമ്മുടെ മനുഷ്യനെ എന്ന് പറഞ്ഞ പോലെ ഇവർക്കും സ്നേഹം നമ്മൾ വാരിക്കോരി കൊടുക്കുമ്പോൾ ഇവരുടെ ബ്രെയിൻ, ഇവരുടെ വളർച്ചയ്ക്ക്, ഇവരുടെ മൈൻഡൊക്കെ നല്ലതായിരിക്കും. അതാണ് പിന്നെ ആയുസ്സും ആരോഗ്യവും കൂടുതൽ നിലനിൽക്കും കേട്ടോ. അതാണ് നമ്മുടെ ഏറ്റവും വലിയ മെഡിസിൻ. അങ്ങനെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഇവർക്ക് ഉണ്ടല്ലോ കൂടുതലും ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുപോകുന്ന എന്താ, സ്കിന്നിനും വെയിറ്റ് തൂക്കാനും വെയിറ്റ് എടുക്കാനും പിന്നെ നമ്മൾ ബോഡി ചെക്കപ്പിനും എല്ലാം കൂടുതലും മരുന്നിൻ്റെ ആവശ്യങ്ങൾ വരില്ല. പിന്നെ ഇവർക്ക് പിന്നെ കണ്ടിന്യൂ കൊടുക്കണം, ലിവർ ടോണിക് കൊടുക്കണം, പിന്നെ ഇവർക്ക് സ്കിന്നിൻ്റേതായിട്ടുള്ള മരുന്ന് കൊടുക്കണം, ഇവർക്ക് ഹെയറിൻ്റെ മരുന്ന് കൊടുക്കണം. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. വിറ്റാമിൻസ് എന്നൊക്കെ പറഞ്ഞാൽ ഹെയറിൻ്റെയും കാര്യങ്ങൾക്കൊക്കെയാണ്, സ്കിന്നിൻ്റെയൊക്കെയാണ്. അതൊക്കെ കൊടുത്തുകൊണ്ട് തന്നെ ഇരിക്കണം. അതല്ലാതെ അത് വിട്ട് ഞാൻ പറയുന്നതാണ് കേട്ടോ. അപ്പോൾ എൻ്റെ മോന് എല്ലാ ഭാഷയും അറിയാം കേട്ടോ. ബംഗാളി അറിയാം, ഹിന്ദി അറിയാം. ഇനി പൊന്നു ആൻറ്റിമാരൊക്കെ പൊന്നിനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടോ? ആൻറ്റിമാരും അങ്കിൾമാരൊക്കെ എൻ്റെ പൊന്നിനാന്ന് ഇപ്പോൾ നോക്കൂ, കണ്ടില്ലേ? അവർ കുഞ്ഞു വീഡിയോ കേട്ടോ. ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതൊക്കെ കാണാൻ. നമ്മൾ ഈ പണിയുടെ ഇടയിൽ എല്ലാം മറന്നു പോകും. അപ്പോൾ സത്യത്തിൽ പണിയുടെ വിഷമം പോലും മറന്നു പോകും. ഇവൻ്റെ കോപ്രായൊക്കെ കാണുമ്പോൾ ഇങ്ങനെ നിൽക്കുന്നത്, ഇവൻ്റെ ചില സമയത്ത് എക്സ്പ്രഷനും, അച്ഛൻ വരുമ്പോൾ എന്നെ വിളിക്കുന്നതും ചേട്ടൻ വരുമ്പോൾ കൂടെ സ്നേഹം കാണിക്കുന്നതും ഒക്കെ കണ്ടു വന്നിപ്പോൾ എൻ്റെ അമ്മ അച്ചു ഓ എവിടെ ആ ഹായ് തന്നേ, ഒരു ഹായ് കൊടുത്തേ ഹായ് ഒന്ന് കൊടുത്തേ പൊന്നു. എല്ലാ ചേച്ചിമാർക്ക് ചേട്ടന്മാർക്ക് കൊച്ചിന് അങ്ങനെ ഇരുന്നുകൊണ്ട് ഹായ് കൊടുക്കാൻ പറ്റൂല. ഒരു ഹായ് കൊടുത്തേ അമ്മ, ഈ ഹായ് കൊടുത്തേ, ഹായ് തന്നേ നമ്മുടെ പൊന്നല്ലേടി, അമ്മയുടെ പൊന്ന് ഗുഡ് ബോയ് അല്ലേടി, അമ്മയുടെ സുന്ദര മോനല്ലേടി. ഇവനൊരു സ്വഭാവമുണ്ട് കേട്ടോ. എല്ലാവരും ഇവനെ എപ്പോഴും നമ്മൾ അറ്റൻഷൻ കൊടുക്കണം എന്നുള്ള ഒരു ഇതുണ്ട് അവന്. പിന്നെ വേറെ ഒന്നുണ്ട്, ഇവന് ബിസ്ക്കറ്റൊക്കെ വെച്ചാൽ ഞാൻ അടുത്തിരുന്നതിന് കൊടുക്കണം. നമ്മൾ മൈൻഡില്ലാതെ വേറെ വർത്താനമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ബിസ്ക്കറ്റ് കഴിക്കൂല കേട്ടോ, പോവും. ചിരിക്കണോ എൻ്റെ പെണ്ണ്? ചിരിക്കണോ? നല്ലതല്ലേ പറയണേ. അവനെപ്പറ്റി കുറ്റമൊന്നും പറയുന്നത് ഇഷ്ടമല്ല. പിന്നെ ഇവൻ്റെ ഒരു സ്വഭാവം അവിടെ കൊടുക്ക ഹായ് കൊടുക്ക് എന്നാൽ വേണ്ട, എല്ലാവരും നോട്ടി ബോയ് എന്ന് പറയട്ടെ പൊന്നിനെ. ഹായ് കൊടുക്ക്, നല്ല ഗുഡ് ബോയ് എന്ന് പറയുള്ളൂ പൊന്നിനെ. നമ്മൾ പറയുന്ന എല്ലാ ഭാഷയും മനസ്സിലാവും കേട്ടോ. എങ്ങനെയാണ്? ഒന്ന് കൊടുത്തി ശ്രദ്ധിക്കുന്ന എന്താന്ന് ഒന്ന് കൊടുത്തേര്. എന്താണെന്നറിയാമോ, ഇവനോട് സ്നേഹത്തിൽ നമ്മൾ പറയണം.
ഗുഡ് ബോയ് എന്ന് പറഞ്ഞാൽ ഭക്ഷണം ഞാൻ വാരിക്കൊടുത്താൽ വാ തുറക്കും. ഇല്ലെങ്കിൽ കൊച്ചു കുട്ടികളെ പോലെ വായ അടച്ചു പിടിക്കും. ഭക്ഷണം കഴിക്കാൻ ഇച്ചിരി പിറകോട്ട കേട്ടോ. പിന്നെ ഓ ഓ ഓ ഓ ചോ അച്ചോ അച്ചോ എന്നാ കൊടുക്ക ഹായ് കണ്ടോ ഹായ്. കൊച്ചിന് അവിടെ അങ്ങനെ ഇരുന്നുകൊണ്ട് കൊച്ചു തരുക കേട്ടോ ഹായ്. എല്ലാവർക്കും ഹായ് തന്നേണ്ടോ. കൊച്ചിൻ്റെ ഇരിപ്പൊക്കെ ഉണ്ടോ. കയറി വാ ഉണ്ടോ ഹായ് എതിക്ക ഹായ് ഉപ്പറയായി സ്കൂബു പൊന്നാ. അപ്പോൾ സ്നേഹത്തിൽ പറയണവനോട് പൊന്നാ. അല്ലാതെ നമ്മൾ ദേഷ്യത്തിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവന് ഇഷ്ടപ്പെടില്ല. ഇവനെ കൊച്ചിലേ നമ്മളിങ്ങനെ സ്നേഹിച്ച് കൊഞ്ചിച്ച്, പ്രത്യേകിച്ച് ഞാൻ കേട്ടോ. എൻ്റെ മക്കളൊക്കെ ചിലപ്പോൾ പറയും ഇവനെ കൊഞ്ചിച്ച് ഞാൻ വഷളാക്കിയത്. അങ്ങനെയൊന്നുമല്ല. ഇവൻ നല്ല ഒബീഡിയൻ ബോയാണ്, നല്ല ഡിസിപ്ലിനാണ്. പിന്നെ നീറ്റാണെങ്കിലും പറയണ്ട, നിങ്ങൾക്കറിയാം അവനെ. അങ്ങനെ അവൻ തന്നെയൊക്കെ വന്നിട്ട് തോർത്തിൽ തുടക്കും വെള്ളമൊക്കെ കുടിച്ചിട്ട്. ഞാൻ കാണിച്ചു തരാം, പല ഷോർട്ട് വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് ആരുടെ തോർത്തൊന്നുമില്ല. ഞാൻ അവിടെ സ്റ്റാൻഡിൽ തൂക്കിയിട്ട് അവൻ വന്ന് മുഖം തന്നെ ഇട്ട് ഉരച്ച് തുടക്കുന്നത് കാണാം. അങ്ങനെയൊക്കെ കുറേ കാര്യമുണ്ട്. പിന്നെ ഡിസിപ്ലിനാണ് പിന്നെ അവന് ഇഷ്ടമില്ലാത്തവർ വരുമ്പോഴേ അവൻ അങ്ങനെ. പിന്നെ അവന് ഇച്ചിരി വയലൻ്റ് ആവണമെന്ന് പറഞ്ഞാൽ അവന് ഫുഡ് ഞാൻ തന്നെ കൊടുക്കണം. പിന്നെ വയലൻ്റ് ആവുന്ന അവനോട് ദേഷ്യത്തിൽ സംസാരിക്കാൻ പാടില്ല. എല്ലാ സ്നേഹത്തിൽ പറഞ്ഞാൽ കൊച്ചു കേൾക്കും. അങ്ങനെയാണ്. പിന്നെ കൂടുതൽ അവൻ വയലൻ്റ് ആവുന്നതെന്ന് പറഞ്ഞാൽ അവൻ്റെ ടോയ്സ് എടുക്കാൻ പാടില്ല. അത് മസ്റ്റാണ്. ഞാൻ അച്ഛന് ആ ടോയ്സ് തൊടാൻ പാടില്ല. അങ്ങനെയാണ്. അതാണ് കാര്യം. ടോയ്സ് തൊടാനേ പാടില്ല. അത് അവന് ഒട്ടും ഇഷ്ടമല്ല. എനിക്ക് തൊടാം. ചേട്ടനും ചേച്ചി പോലും എടുക്കുന്ന ഇഷ്ടമല്ല. അവൻ്റെ സാധനങ്ങൾ തൊടാൻ പാടില്ല. ഇതൊക്കെ കൊണ്ടുവന്ന് വച്ചിട്ട് വരട്ടെ. മുതലുകളുടെ ഇടയിൽ കയറി ഇരിക്കണം. നമ്മളതൊക്കെ കഴിഞ്ഞ് കേട്ടോ. തുണികൾ മടക്കി വെച്ചിട്ടേ സാമ്പാർ നമ്മൾ അരച്ചൊന്നും വച്ചില്ല കേട്ടോ. സാമ്പാർ പൊടിയിട്ട് പിന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയോ ഒന്ന് ചൂടാക്കി. പിന്നെ നമ്മൾ ഇച്ചിരി ചന ഡാൽ, അതായത് വലിയ തുവരം പരിപ്പ്, എന്തോന്നാണ് തുവരം പരിപ്പാണോ ചന ഡാൽ, കടലപ്പരിപ്പ് ഇച്ചിരി ഉഴുന്നും കൂടെ പൊടിച്ചിട്ട് വറുത്തിട്ട് ഞാൻ അങ്ങനെയൊക്കെ സാമ്പാറിൽ ചേർക്കാം കേട്ടോ. ഒരു ടിപ്സ് അങ്ങനെയൊക്കെ ചേർത്ത് അങ്ങനെ. അപ്പോൾ സാമ്പാർ ആയി. പിന്നെ നമുക്ക് തേങ്ങാ ചമ്മന്തി ഞാൻ പൊടിച്ച് വെച്ചിട്ടുണ്ട്, അതുണ്ട്. തേങ്ങാ ചമ്മന്തി ഞാൻ എപ്പോഴും പൊടിച്ച് വെക്കുക കേട്ടോ. പക്ഷേ നമുക്ക് എപ്പോഴാണ് വയ്യാതാണെന്നൊന്നും അറിയാം. അപ്പോൾ 2 ദോശയും ചമ്മന്തി അച്ചാറൊക്കെ കൊടുത്ത് അവർ വെച്ച് ഇനി എന്നിട്ട് താളിക്കണം. പിന്നെ അതേ മാവ് ഞാൻ ഫ്രിഡ്ജിലേക്ക് വെച്ച് കേട്ടോ. അപ്പോൾ മാവ് അരക്കുമ്പോൾ നമ്മൾ ഇത്തിരി കൂടുതൽ അരക്കും 2 ദിവസത്തേക്കൊക്കെ. ഈ അപ്പം അരക്കാൻ പറ്റില്ല, കാരണം ഇവിടെ മാവൊന്നും കിട്ടൂലല്ലോ. മാവൊക്കെ നമ്മൾ അരക്കണം. അപ്പത്തിനായിരുന്നാലും ഇഡ്ഡലിക്കായിരുന്നാലും ഞാൻ വെറ്റ് ഗ്രൈൻഡറിൽ തന്നെ, ഇവിടെ 2 വെറ്റ് ഗ്രൈൻഡർ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഒന്ന് അരക്കും, പിന്നെയും മറ്റേത് പിറ്റേ ദിവസം എഴുതുന്ന. ഒരെണ്ണം നമ്മൾ ചലിക്കാതിരുന്നാൽ ചീത്തയായി പോകില്ലേ. അപ്പോൾ ഒരെണ്ണം മോൻ മേടിച്ചു തന്നു, ഒരെണ്ണം ഡാഡി മേടിച്ചു തന്നു, അവൻ്റെ അച്ഛൻ മേടിച്ചു തന്നതേ. അപ്പോൾ അത് കാരണം 2 മാറി അരക്കും. പിന്നെ ഇവിടെ അല്ലാതെ നമ്മളെ നാട്ടിലത്തെ പോലെ പാക്കറ്റിൽ പിന്നെ മാവൊന്നും കിട്ടൂല. എല്ലാം നമ്മൾ അരച്ച് തന്നെ എടുക്കുന്നത്. ഞാനിത് മസാല ദോശ ഉണ്ടാക്കും. ഇതൊക്കെയാണ് ഇന്നത്തെ. ആർക്കും ഇന്ന് റൊട്ടി വേണ്ട. മോൾക്ക് തൊണ്ടവേദന, പനി, അപ്പോൾ ഒരു ടേസ്റ്റ് ഇല്ല. അപ്പോൾ ചമ്മന്തി പൊടിയൊക്കെ ആകുമ്പോൾ ടേസ്റ്റ് ഉണ്ടെന്ന് മസാല ദോശ പോലെ പപ്പടം പോലെ അങ്ങോട്ട് മസാല ദോശ ഉണ്ടാക്കാം. മസാല ദോശ എന്ന് പറയാൻ പറ്റില്ല, നെയ്യിട്ടിട്ടൊന്ന് ഇതായിട്ടുണ്ടാക്കാമല്ലോ. അങ്ങനെ ദോശയായി കേട്ടോ. ഇത് കണ്ടോ, കട്ടിയില്ലാത്ത ദോശ. ഒരു നുള്ളു നെയ്യ് ഇട്ടിട്ട്, ഒരുപാട് നെയ്യ്. നമ്മുടെ ഹസ്ബൻഡ് നെയ്യൊന്നും ഇടൂല കേട്ടോ. എനിക്ക് ഈ ദോശക്കല്ലാണ് ഒരു പരിവം. വേറെ ദോശക്കല്ലൊക്കെ ഉണ്ട്, ഞാൻ എടുക്കാറില്ല കേട്ടോ. പിന്നെ നമ്മുടെ സാമ്പാർ താളിച്ചു. ഇതിൻ്റെ കൂട്ടത്തിൽ അങ്ങോട്ട് മോൻ്റെ വീഡിയോയുടെ കൂട്ടത്തിലൊന്നും അത് കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അത്രയാണ്. ഇന്നലെ പപ്പടം പോലെ ഇരിക്കുന്ന ദോശ. 2 എണ്ണേ കഴിക്കുള്ളൂ കേട്ടോ. മോനൊക്കെ ചിലപ്പോൾ 1 എണ്ണേ കഴിക്കുള്ളൂ. രാത്രി അവർക്ക് ദോശ വലിയ ഇഷ്ടമല്ല. എന്നിരുന്നാലും നമ്മൾ തണുപ്പൊക്കെ വന്നു കഴിയുമ്പോൾ പാവ് ബജി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കും. നല്ല തണുപ്പ് സമയമല്ലേ, അപ്പം നല്ല ചൂടോടെയുള്ള പാവ് ബജിയൊക്കെ കഴിക്കാൻ. പിന്നെ ഇവിടെയുള്ള എന്ത് സാധനത്തിനും ഉരുളക്കിഴങ്ങ് വേണം. അപ്പോൾ അതൊരു ഉരുളക്കിഴങ്ങ് നമ്മുടെ പുള്ളിക്കാരന് പറ്റൂല കേട്ടോ. അതുകൊണ്ട് ഞാൻ കുറേ കാര്യങ്ങൾ ഇതാന്നൊക്കെ പറഞ്ഞ് സ്റ്റീമിൽ വേവിക്കുന്നതാണല്ലോ. ഇതിൽ ഞാൻ കുറേ ഉലുവ ഇട്ടിട്ടാണ്
ഞാൻ എല്ലാ ഇഡ്ഡലി ദോശയിലും കുറേ ഉലുവ ഇടും. എന്തിനെന്ന് പറയുമ്പോൾ നമ്മുടെ പുള്ളിക്കാരന് ഷുഗറൊക്കെ ആയതുകൊണ്ട് ഞാൻ ഉലുവ കൂടുതൽ ഇടും. അതുപോലെ പച്ചരി മാത്രമേ ഇടുകയുള്ളൂ. പുഴുക്കലരിയോ ചോറോ ഒന്നും അരക്കത്തൊന്നും ഇല്ല കേട്ടോ. പിന്നെ വേണമെങ്കിൽ ചവ്വരി വേണമെങ്കിൽ മേടിച്ചിടും, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇന്ന് മോള് വന്ന് എനിക്ക് റൊട്ടി വേണ്ട, തിന്നാൻ പറ്റൂല, തൊണ്ട വേദന എന്നൊക്കെ പറഞ്ഞു. രാത്രിത്തെ വീഡിയോയും കൂടെ എടുത്താലേ നമുക്ക് വീഡിയോ പറ്റുള്ളൂ കേട്ടോ. പകൽ മാത്രം 11:30 അപ്ലോഡ് ചെയ്യേണ്ടേ. അപ്പോൾ അതുകൊണ്ടാണ് ഇത് കണ്ടോ നല്ല. അപ്പോൾ ഇന്നത്തെ ഒരു 2-3 കൂടെ ചുട്ടാൽ മതി. നമ്മൾ ഒരുപാടൊന്നും കഴിക്കുന്ന ആൾക്കാരല്ല, രാത്രിയൊക്കെ ഭയങ്കര കൺട്രോളിൽ കഴിക്കുന്നവരായിട്ട്. കണ്ടോ ഒരാളെ പുറത്തേക്ക് അച്ഛൻ കൊണ്ടുപോയതാണ്. അപ്പോൾ അവിടുന്ന് എന്നെ നോക്കുന്നത്, ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടേ. ഇത് കണ്ടോ, അവൻ ഗേറ്റിൻ്റെ പുറത്തേക്ക് തല വച്ചിട്ട് മറ്റുള്ള പപ്പീസിനെയൊക്കെ വിളിക്കണ വഴക്കൂടെ കണ്ടില്ലേ. അവരെയൊന്നും കാണാനില്ലല്ലോ. ഇപ്പം ഞാൻ ഒച്ച വെച്ചു. അപ്പോൾ അവൻ എന്നെ ഒന്ന് നോക്കി, ഇങ്ങോട്ട് കയറി വാ, ഇങ്ങോട്ട് കാലൊക്കെ തുടച്ച് കയറട്ടെ, ഇങ്ങോട്ട് വാ, മതി. അവരെ വിളിച്ചു വരുത്തുന്ന വഴക്കൂടാൻ. എൻ്റെ കൊച്ചു ഉറങ്ങേണ്ട ടൈമായി കേട്ടോ. അപ്പോൾ അവനൊന്ന് പല്ലൊക്കെ തേപ്പിച്ച് കൊടുത്ത് ആക്കട്ടെ, വായൊക്കെ കഴുകി കാലൊക്കെ തുടച്ചിട്ട് വേണം കയറ്റാൻ. അവിടെ നോക്കട്ടെ മാമ. നോക്കട്ടെ അവിടെ. നമ്മളേ രാത്രി കിടക്കാൻ നേരത്തെ ഒന്ന് വായൊക്കെ കഴുകി കൊടുക്കും അവന്. അല്ല, അത് ഇവിടെയുള്ള എല്ലാവരും പല്ല് വെച്ചിട്ട് കിടക്കുള്ളൂ കേട്ടോ. അപ്പോൾ അവനെ ഞാൻ അങ്ങനെ ശീലിപ്പിച്ച് എല്ലാ കഴിക്കുന്നൊക്കെ അല്ലേ. എന്നിട്ട് അവന് ഇച്ചിരി പേസ്റ്റ് കൊടുക്കും ചില സമയം. എപ്പോഴെപ്പോഴും കൊടുക്കാൻ പാടില്ല. പേസ്റ്റ് വായിലിടാൻ കൊടുക്കും. എടേ അവിടെ വായുടെ അവിടെയൊക്കെ നോക്കട്ടെ. അല്ലേ ഇച്ച കൈ നോക്കട്ടെ മമ്മി. ടിഷ്യൂ പേപ്പർ നോക്കട്ടെ. കൈ കൈ കണ്ട പൊക്കി തരുന്നേ. കൈതാ. അപ്പുറത്തെ കൈ അപ്പുറത്തെ ഇത് തന്നെ മമ്മിക്ക് പണി. കാലി കൈയും തുടക്കൽ. ലുലുമ നോക്കട്ടെ. ലുലുമയൊക്കെ തുടക്കട്ടെ. നിങ്ങൾ കണ്ടല്ലോ, ഇതൊക്കെ തന്നെയാണ് പണി ഇവന് കേട്ടോ. ഇവൻ്റെ പണി ഇതൊക്കെയാണ്. നോക്കട്ടെ, ഒരു എവിടെ നോക്കിയിരുന്നാലും വാഷ് ബേസിൻ്റെ അവിടെ നോക്കിയാൽ ടിഷ്യൂ പേപ്പർ, റൂമുകളിൽ നോക്കിയാൽ ടിഷ്യൂ പേപ്പർ. അവിടെ അപ്പുറത്തെ കൈ നോക്കട്ടെ മമ്മ. അപ്പുറത്തെ കൈ പൊക്കി തരും കേട്ടോ അവൻ. പൊക്കോ, ബെഡിലേക്ക് പൊക്കോ, ഓടിപ്പോ, ബെഡിൽ പോയി കിടക്കോ. പോ, AC ഇട്ട് തരാം മമ്മ. കിടന്നോ, പോ, ബെഡിൽ കയറിക്കോ ബെഡിൽ. എല്ലാം കഴിഞ്ഞ്, നിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ്, അവൻ്റെ കാര്യങ്ങൾ കഴിഞ്ഞു കേട്ടോ. ഇതൊക്കെയാണ് പണി നമുക്ക്. അല്ലേ, കയറി കിടന്നോ, നിൻ്റെ ടൈമായി. ഞാടിയൊക്കെ ഫുഡൊക്കെ കഴിച്ചിട്ട് വരട്ടെ. നിങ്ങൾ കണ്ടില്ലേ ഫ്രണ്ട്സ്, ഇതൊക്കെ തന്നെ പണി. അപ്പം നിങ്ങൾ ഓർക്കേ, ഇനി എൻ്റെ കൈ കഴുകണുണ്ടോ എന്ന് ചിലവരൊക്കെ ചില മെസ്സേജൊക്കെ ഇട്ട് ചോദിക്കും. അതായത് നമ്മൾ എല്ലാ ബാത്റൂമിലും ഹാൻഡ് വാഷ് ചെയ്യേണ്ടത് വച്ചിട്ടുണ്ട്. പിന്നെ അടുക്കളയിൽ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ വാഷ് ബേസിൽ വെച്ചിട്ടുണ്ട്. എല്ലായിടത്തും വെച്ചിട്ടുണ്ട്. ഒരു 1000 വട്ടം എൻ്റെ കൈ കഴുകും കേട്ടോ. ഇവനെ തുടയ്ക്കുമ്പം കഴുകും, എല്ലാം കൊണ്ട് കഴുകും. പിന്നെ ഇനി ബാഡ് മെസ്സേജും കൊണ്ട് ആരും വരണ്ട കേട്ടോ. അതുകൊണ്ട് ചിലവർ വരും ഇതൊക്കെ നോക്കുമ്പോൾ നിങ്ങൾ ഇത് പെറ്റിനെ തൊടുന്നു, നിങ്ങളെ കൈ കഴുകുന്ന കാണും. എൻ്റെ കൈ കഴുകുന്നുണ്ട് കേട്ടോ. ഒരു 1000 വട്ടം, 1000 അല്ല 10000 വട്ടം കഴുകുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇവൻ്റെ പണി. കണ്ടില്ലേ, അവന് ഇത് 8:30 മണി. അവനൊരു ടൈമിംഗ് ഉണ്ട് പുറത്ത് കൊണ്ടുപോകുന്നതിന്. ഇപ്പോൾ ഉറങ്ങുന്നതിന് മുമ്പ് മൂത്രം ഒഴിപ്പിച്ച് കിടത്തി കഴിഞ്ഞാൽ പിന്നെ ഇവൻ ഇതിൻ്റെ ഇടയ്ക്ക് എത്ര തണുപ്പായിരുന്നാലും മൂത്രം ഒഴിക്കാൻ എണീക്കത്തില്ല. പിന്നെ എണീക്കുന്നത് അവന് 4:30 മണിക്ക് എണീറ്റ് അവനൊരു സൗണ്ടിൽ വന്ന് അച്ഛനെ തോണ്ടി വിളിക്കുക. അച്ഛൻ്റെ അടുത്തേക്ക് കിടക്കുള്ളൂ, തോണ്ടി വിളിക്കുക. അപ്പം അച്ഛനെ എണീറ്റ് അപ്പം തന്നെ അച്ഛൻ എണീറ്റ് അച്ഛനൊന്ന് അച്ഛൻ്റെ അമ്മയുടെ അച്ഛനെയൊക്കെ പ്രാർത്ഥിച്ച് ദൈവത്തിനെയൊക്കെ പ്രാർത്ഥിച്ച് ഇവനെയും കൊണ്ട് മോർണിംഗ് വാക്ക് പോകും. അപ്പോൾ ഇവൻ മുള്ളേ അപ്പീരെയൊക്കെ ചെയ്യും. ഞങ്ങളൊരു ടൈമിങ് വെച്ചിട്ടുണ്ട് ഇവനെ മുള്ളാനും ഒക്കെ. അവർ ആ സമയത്ത് മുള്ളുള്ളൂ കേട്ടോ. അല്ലാതെ ഈ രാത്രി ഒന്നും മുള്ളണ പരിപാടിയൊന്നും അവനില്ല. രാത്രി അങ്ങനെ മുള്ളാനുണ്ടെങ്കിൽ അവൻ നമ്മളെ വിളിക്കും, ഒരു സൗണ്ടിൽ വിളിക്കും. പക്ഷേ ഇന്ന് വരെ അങ്ങനെ വന്നിട്ടില്ല. അപ്പോൾ അവൻ പോയി നമ്മൾ 4:30-5 മണിയാകുമ്പോൾ ഇവനെ കൊണ്ടുപോകും മോർണിംഗ് വാക്കിന്. അതാണ് സ്ഥിരം.
വന്നിട്ട് ഇതുപോലെ തന്നെ നമ്മൾ മൂത്രം ഒഴിക്കുന്നിടം തുടക്കി ടിഷ്യൂ പേപ്പർ ഇട്ട് കാല് തുടക്കും, കൈ തുടക്കും, അപ്പിയിടുന്നിടമൊക്കെ തുടക്കും. നമുക്കിത് പറഞ്ഞു തന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ മറ്റേ പെറ്റുണ്ടായിരുന്നല്ലോ റോക്കി, അവനെ നമ്മൾ ഈ ഡോക്ടറിനെ കാണിക്കുമായിരുന്നു. അപ്പോൾ ഈ ഡോക്ടറിനെ കാണിക്കുമ്പോൾ അന്ന് തൊട്ടേ ഡോക്ടർ പറയും ഇവർ അപ്പിയിട്ടാൽ നിങ്ങൾ തുടക്കണം, ടിഷ്യൂ പേപ്പർ ഇട്ട് തുടക്കണം. അങ്ങനെ ആയി ഇവനും വരുമ്പോൾ നമ്മൾ അത് തന്നെ ചെയ്ത് നമുക്കറിയാം നമ്മുടെ ഒരു പെറ്റിനെ നോക്കിയിട്ട് എങ്ങനെയാണ് നീറ്റ് ആൻഡ് ക്ലീനിൽ ഇരിക്കണം എന്നുള്ളത്. കാരണം നമുക്ക് കൂടില്ല, നമ്മുടെ കൂടെയൊക്കെ അല്ലേ കിടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ ഒരു വിധത്തിൽ ഇവനെ നോക്കേണ്ട. അവന് നിപ്പ് നോക്കൂ. അപ്പോൾ ഇതൊക്കെയാണ് കണ്ടില്ലേ. അപ്പോൾ അച്ഛൻ 8:30-9 മണിയാകുമ്പോൾ അവനെ ഒന്ന് കൊണ്ടുപോയി മൂത്രം ഒഴിപ്പിച്ചിട്ട് കൊണ്ടുവന്നാൽ അവന് കറക്റ്റ് 7:30ക്ക് ഞാൻ ചിക്കനോ എന്താണെന്ന് വെച്ചാൽ പെഡിഗ്രി എന്തായാലും കൊടുത്തു കഴിഞ്ഞാൽ, ചിക്കനാണ് അവന് ഇഷ്ടം. അപ്പോൾ ഞങ്ങൾ ഉച്ചയ്ക്കിപ്പോൾ വെജിറ്റബിളും ഇതൊക്കെയാണ് കൊടുക്കുന്നത്. അപ്പോൾ ചിക്കൻ കൊടുക്കും. ഉച്ചയ്ക്ക് ആപ്പിളോ ഞാൻ പറഞ്ഞില്ലേ, അതായത് ഇത്തിരി ജ്യൂസ് പോലെയൊക്കെ അടിച്ച് അവന് വാരിയല്ലേ ഞാൻ കൊടുക്കുന്നത്. കൊടുത്തു കഴിഞ്ഞ് അവൻ ശ്രദ്ധിക്കുന്നത് കേട്ടോ. വാരി കൊടുത്തു കഴിഞ്ഞാൽ ഇതാണ് 7 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവൻ 9 മണിക്ക് ഇതുപോലെ അവനൊരു ടൈമുണ്ട്. അതിനെ ഒന്ന് മുള്ളിക്കാനൊക്കെ കൊണ്ടുപോയി വന്ന് ഇതുപോലെ കാല് തുടച്ചു. പിന്നെ ഞാൻ വായൊക്കെ ചിലപ്പോൾ ഞാൻ ബ്രഷ് ഇട്ട് പല്ല് തേച്ച് കൊടുക്കും. അതുപോലെ വായ കഴുകും. മുള്ളെടുത്തിടക്ക് നമ്മൾ തുടക്കി ടിഷ്യൂ പേപ്പർ ഇട്ട് കാല് കിടക്കും. കാലും കൈയൊക്കെ കാണിച്ചു തരുന്ന കണ്ടില്ലേ, കാണിച്ചു തരും. അവൻ അവിടെ വന്നിരുന്ന ആ വാഷ് ബേസിൻ്റെ അവിടെ വന്നിരുന്ന അങ്ങനെ നമ്മൾ ചെയ്താണ്. ഇവനിപ്പോൾ ചേട്ടൻ വന്നാലും വാഷ് ബേസിന് കയറി നിൽക്കും, അച്ഛൻ വന്നാലും വാഷ് ബേസിൽ കയറി നിൽക്കും. അവനറിയാം നമ്മൾ തുടക്കുന്നു കേട്ടോ. അതാണ് അതൊക്കെ ഒന്ന് കാണിച്ചു തന്നത്. അതായത് പുതിയതായിട്ട് വരുന്ന ആൾക്കാർ കാണാനാണ്. പഴയ ആൾക്കാർക്കൊക്കെ അറിയാം. ഞാൻ ഒരുപാട് പ്രാവശ്യം ഈ വീഡിയോ ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ട്, ഇടയ്ക്കിടയ്ക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ രാത്രിത്തെ വീഡിയോ ആണ് ഇടുന്നത്. കാരണം പകൽ നമ്മൾ 10 മണിക്കെങ്കിലും ഞാൻ എഡിറ്റ് ചെയ്തൊക്കെ വച്ചാൽ ചിലപ്പോൾ 11 മണിക്കൊക്കെ എഡിറ്റ് ചെയ്ത് വെച്ചാൽ ഈ വൈഫൈയുടെ സ്ലോ ആണെങ്കിൽ അത് ഒരുപാട് വൈകും. എങ്ങനെയും 1.5 മണിക്കൂറാവും. അപ്പോൾ അതുകൊണ്ടാണ് നേരത്തെ കിട്ടുന്ന കണ്ടൻറ്റൊക്കെ എടുത്ത് ഈ ഡെയിലിയുള്ള ഇവൻ്റെ കാര്യങ്ങളും ഒക്കെ കാണിച്ചു തരുന്നത്. അപ്പോൾ അവൻ ഇനി കിടന്നോളും. ഇനിയിപ്പോൾ ഷീറ്റ് ഞങ്ങൾ നാളെ മാറുള്ളൂ കേട്ടോ. നാളെ മഴയാണോ എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു കയറ് ബാ അമ്മനെ ഗുഡ് ബോയ് ഇനി അവനെ കിടത്തിയിട്ട് പോയി വേണം. ഇനി അച്ഛനൊക്കെ ടേബിളിലെല്ലാം ഇരിപ്പോട്ട് കഴിച്ചോളും. ഇനി എനിക്ക് കഴിക്കണം. പിന്നെ എനിക്ക് ഇനി ഒന്നും കൂടെ കുളിക്കണം. പൂജ ചെയ്യാൻ നേരത്തെ ഒന്ന് കുളിച്ചതാണ്. ഇനി ഒന്നും കൂടെ മേത്ത് വെള്ളം ഒഴിക്കണം, പല്ല് തേക്കണം, കിടക്കണം, പ്രാർത്ഥിക്കണം. ഇനി അങ്ങോട്ട് കിടന്നോളും കേട്ടോ. ഇനി ഞാൻ കുറച്ച് നേരം ആ എല്ല് എടുത്തിട്ട് കടിച്ചിരുന്നോളും. എന്നിട്ട് കിടന്നോളും. കിടന്നോട്ടെ അവിടെ അമ്മി ദേ കിടന്നോട്ടെ. കിടന്നോ. ഞങ്ങൾ ഇന്ന് ഷീറ്റ് മാറ്റാൻ പോയതാണ്. ഇതിൻ്റെ അകത്ത് അടിയിൽ വേറെ ഷീറ്റും കൂടെ ഉണ്ട് കേട്ടോ. ഇത് കണ്ടോ, ഇതല്ല 2 ഷീറ്റാണ്. ഇത് കണ്ടോ, ഇതിൻ്റെ അടിയിൽ വേറെ ഷീറ്റും കൂടെ വിരിച്ചിട്ടുണ്ട്. 2 ഷീറ്റാണിത്. നാളെ 2 ഇത് എടുക്കണമെങ്കിൽ ഇനി ഇത്തിരി നേരം പിടിക്കും. അപ്പോൾ അതുകൊണ്ട് നാളെയാണ് ഇനി തലകണിയോടെ കഴിച്ച്. അപ്പോൾ ഇതൊക്കെയാണ് പണികളും കാര്യങ്ങളൊക്കെ. ഇവരെ നോക്കുന്നതിന് ഒരുപാട് കഷ്ടപ്പാടുണ്ട് കേട്ടോ. ഇപ്പോൾ ഞാൻ പറയട്ടെ, ഞാൻ പാലക്കാടൻ ചങ്ങാതി ആ ചാനൽ ഞാൻ കാണാറുണ്ട്. ആ പ്രോ എന്ത് കഷ്ടപ്പെടുന്നുണ്ടത്. അതുപോലെ കർമ്മൻ വേർഡ്സ് ആ ബ്രോയും ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ അവർ. അതുപോലത്തെ കുറേ ചാനലുകളുണ്ട്. എത്ര ഇതുപോലത്തുള്ള പാവങ്ങളെ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് കളഞ്ഞിട്ട് അവരെടുത്തുകൊണ്ട് പോയി ആ എല്ലാ സ്ഥലത്ത് ആ ബ്രോ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. എനിക്ക് ഒരു കുഞ്ഞിനെ നോക്കാൻ ഇത്ര ബുദ്ധിമുട്ടാണ്. അവരെ 10, 300, 400 പെറ്റ്സിനെ ഇങ്ങനെ നോക്കുന്നുണ്ട്. അത് കൂടാതെ നമ്മുടെ സ്ട്രീറ്റ് ഇത് അവർക്ക് സുഖമില്ലാതെ വന്നാൽ നോക്കുന്നത് അവർക്കൊക്കെ ഞാനൊരു വലിയ ബിഗ് സല്യൂട്ടാണ്. കർമ്മൻ വെറ്റ്സിൻ്റെ പാലക്കാടൻ ചങ്ങാതിയുടെയൊക്കെ ഞാൻ പണ്ട് മുതലേ കാണുന്ന ഇതാണ് കേട്ടോ. അവരൊക്കെ ചാനലിൽ പോയി നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. അതുപോലത്തുള്ള ആൾക്കാരെയൊക്കെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം ഫ്രണ്ട്സ്. അതൊക്കെയാണ് ഹാർഡ് വർക്ക് എന്ന് പറയുന്നത്. എത്ര കുഞ്ഞുങ്ങളുടെ ജീവനാണ് അവരൊക്കെ ഈ പൈസ ഇല്ലെങ്കിലും അവർ സ്വന്തമായിട്ട് അത് കൊണ്ടുവന്ന് ഹോസ്പിറ്റലിൽ പോയി ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. എത്ര കുഞ്ഞുങ്ങളുടെ ജീവൻ അവർ രക്ഷിച്ചു. കർമ്മൻ വേർഡ്സ്, പാലക്കാടൻ ചങ്ങാതി, ആ ചാനലൊക്കെ എന്ന് പറഞ്ഞാൽ അവർക്കൊക്കെ ആ ബ്രോസിനൊക്കെ ഒരു ബിഗ് സല്യൂട്ട്. മനസ്സിലായോ? പാലക്കാടൻ ചങ്ങാതി എന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ചാനലൊക്കെയാണ് കർമ്മൻ വേർഡ്സ്. ഞാൻ കുറച്ച് നാൾക്ക് 1 വർഷമായല്ലോ കണ്ടിട്ട്.
പാലക്കാടൻ ചങ്ങാതി ഞാൻ ഒരുപാട് വർഷത്തിന് മുമ്പ് കാണാൻ തുടങ്ങിയതാണ്. ആ ബ്രോയ്ക്കെന്നൊക്കെ പറഞ്ഞാൽ അവർക്കൊക്കെ ഭയങ്കര ബിഗ് സല്യൂട്ട് കൊടുക്കണം. ഞാനും ഒരു മോനെ നോക്കുന്നതിന് കണ്ടു എൻ്റെ പകുതി ടൈമും ഇങ്ങനെ പോകുന്ന. അപ്പോൾ അവർ ഇത്രയും പേർക്ക് ഭക്ഷണം, ഇത്രയും പേർക്ക് മെഡിസിൻ, ഇത്രയും ഓപ്പറേഷൻ ചെയ്യേണ്ടവർക്ക് ഓപ്പറേഷൻ, ഒരുപാട് രോഗങ്ങളുള്ളവരുണ്ട്. പിന്നെ അവരുടെ അപ്പി അതൊന്നും മനസ്സിലാക്കുക. ഇപ്പോൾ ഇവൻ ഒന്നായിട്ട് നമ്മൾ ടൈമിന് പുറത്തൊക്കെ കൊണ്ടുപോകുന്നുണ്ട്, അപ്പി ഇടുന്നുണ്ട്, ചിലപ്പോൾ ടെറസിൻ്റെ അതൊക്കെ നമ്മൾ എടുക്കുക. ഇത്രയും പേരുടെ അപ്പിയും ഇതും അവർ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. അവർക്കൊരു ബിഗ് 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 സല്യൂട്ട് പറഞ്ഞാൽ മതിയല്ല. അവർക്കൊക്കെ അവരുടെ ജീവിതങ്ങൾ നല്ലതായിട്ടിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കാരണം ഇത്രയും കുഞ്ഞുങ്ങളെ രക്ഷപ്പെടുത്തുന്ന അവർക്ക്, അവരുടെ ഫാമിലിയും അവരുടെ മക്കൾക്കും അവരുടെ ജനറേഷനൊക്കെ നന്നായിട്ടിരിക്കട്ടെ എന്ന് തന്നെ ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഞാൻ പിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. കാരണം ഇന്നലത്തെ ഇതിൽ ഞാൻ പാലക്കാടൻ ചങ്ങാതി എന്ന് പറഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ അത് പൂർത്തീകരിക്കാതെ ഞാൻ കൊണ്ടുവന്ന് കളയുന്നത്. അപ്പോൾ ഇനി എൻ്റെ വേർഡ്സിൽ വല്ല മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് വിചാരിച്ചിട്ട് ഞാനത് പിൻ ചെയ്ത് വച്ചു. അപ്പോൾ ആ പിൻ ചെയ്തതൊക്കെ നിങ്ങളൊന്ന് കാണണം. ചിലപ്പോൾ ഞാനിങ്ങനെ വർത്തമാനത്തിൻ്റെ കൂട്ടത്തിലേ ഞാൻ ചിലപ്പോൾ പറയാൻ വന്ന പാലക്കാടൻ ചങ്ങാതി ഇത് കണ്ടോ ചാനൽ അവരൊക്കെ എത്ര പേരെ നോക്കുന്നു. പക്ഷേ ഞാനത് ഫുൾഫിൽ ചെയ്യാതെ പെട്ടെന്ന് അതുകൊണ്ട് കേട്ടോ ബ്രോ, പാലക്കാടൻ ചങ്ങാതിയുടെ കർമ്മൻ വേഡ്സിലെ ആൾക്കാർ എൻ്റെ ആ ബ്രോയൊക്കെ എൻ്റെ ചാനൽ കാണുന്നുണ്ട്. നിങ്ങൾക്കൊരു ബിഗ് സല്യൂട്ട് പറയാൻ നോ വേർഡ്സ്. നിങ്ങൾക്കൊക്കെ താങ്ക് യു എന്നോ അല്ലെങ്കിൽ നന്ദി എന്നുള്ള ഒരു വാക്കിലൊന്നും ഒതുങ്ങുന്നല്ല നിങ്ങൾ ചെയ്യുന്ന പുണ്യം എന്ന് പറയുന്നത്. എത്ര കുഞ്ഞുങ്ങളെയാണ് നിങ്ങൾ രക്ഷപ്പെടുത്തുന്നത്. എത്ര ഞാൻ നിങ്ങളുടെ ഒരു വലിയ ആരാധിക തന്നെയാണ് കേട്ടോ. സത്യം ഞാൻ പലപ്പോഴും ഓർക്കും കേട്ടോ. പാലക്കാടൻ ചങ്ങാതിയിലൊക്കെ ബ്രോ പറയും ഇവിടെ ഒരു എറണാകുളത്ത് അവിടെ ഒരു ലാബ് അവിടെ ഇങ്ങനെ ഇരിക്കുന്നു. ഞാൻ ഓർക്കും ഞാൻ എറണാകുളത്തൊക്കെയാണ് അല്ല കൊച്ചിയിലാണ് എൻ്റെ നാട്ടിലാണെങ്കിൽ ഇതുപോലത്തെ 2-3 കുഞ്ഞുങ്ങളെ എനിക്കാകുന്നത് പോലെ ഞാൻ നോക്കിയിരുന്നു. പക്ഷെ നമ്മുടെ ഈ കൊൽക്കട്ടയിൽ ഇത്രയും ദൂരെ അത് പറ്റില്ലല്ലോ. ഒന്ന് ആലോചിച്ച് നോക്കൂ ഇല്ലേ. ഈ ഒരു വെട്ടത്ത് നമുക്ക് ഭൂമിയൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓർത്ത് പോകും, ഞാൻ നാട്ടിലൊക്കെ ആണെങ്കിൽ ഇതുപോലത്തെ 2-3 കുഞ്ഞുങ്ങളെ എടുത്ത് വളർത്തിയനെ എന്നൊക്കെ ഓർത്തു. ഇങ്ങനെ കൊണ്ടൊന്നും കളയുന്നവരോട് പറയുന്നേ ഇവർക്ക് നമ്മുടെ മനുഷ്യനുള്ളതുപോലെ തന്നെ എല്ലാവിധ ചെക്കപ്പുണ്ട്. ഞാൻ ചെക്കപ്പ് ചെയ്യുന്ന ആൾക്കാരാണ്. ഞാൻ ലാബ് കാണിച്ചിട്ടുണ്ട് പല വീഡിയോസിലും ഞാൻ ലാബ് കാണിച്ചിട്ടുണ്ട്. ഇവനെ കൊണ്ടുപോകുന്നത് ലാബിൽ ഇവനെ ചെക്ക് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. നമ്മൾ മനുഷ്യനെ പോലെ തന്നെ H1B1 ഷുഗർ, പ്രഷർ, പിന്നെ ലിവർ, ലങ്സ്, ക്യാൻസർ എന്ന് വേണ്ട എല്ലാ സാധനങ്ങളും കഡിയുടെ അതായത് എല്ലിൻ്റെ എല്ലാം ചെക്ക് ചെയ്യും കേട്ടോ. പിന്നെ സ്കിൻ ഡിസീസ്, ഇപ്പോൾ ഇവന് ഇവിടെ മാത്രമേ അലർജി വരുള്ളൂ, ഈ കൈയുടെ ഇവിടെ മാത്രമേ അലർജി വരുള്ളൂ. ഇപ്പോൾ എത്ര മാസം എന്ന് പറയുമ്പോൾ മരുന്ന് കൊടുക്കുന്നത്, അത് ഉണങ്ങുന്നില്ല. പിന്നെയും ഞാൻ ഇപ്പോഴും ഇന്നും കൊടുത്തിട്ടാണ് വന്നത്. ഇപ്പം ഞാൻ ഒരു നേരമൊക്കെ ഈ ആൻറ്റിബയോട്ടിക് ആയതുകൊണ്ട് ഞാൻ ഒരു നേരം കൊടുക്കുന്നുള്ളൂ. 2 നേരം കൊടുത്തു കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് പൊറുക്കും കേട്ടോ. ഞാൻ 2 നേരം ഇത്ര ആൻറ്റിബയോട്ടിക് കൊടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഇത് എന്തെന്ന് പറഞ്ഞാൽ ഇവരുടെ സിറം എല്ലാം കഴിച്ചിട്ടൊക്കെ സിറം ഇങ്ങനെയൊക്കെ പുറത്ത് കൊണ്ടുപോകുമ്പോൾ സ്ട്രീറ്റ് പപ്പീസൊക്കെ ഇല്ലേ, അങ്ങനെ വരുന്ന അലർജിയാണ്. അത് ഈ ഒരു കയ്യിലേ അവന് വരുള്ളൂ കേട്ടോ. എല്ലാത്തിനും മരുന്നുണ്ട്. ഈ കൊണ്ടുവന്ന് കളയുന്നവരോട് പറയണം, എല്ലാത്തിനും പോയിട്ട് വരാതിരിക്കുമ്പോൾ നിങ്ങൾക്ക് ആക്ഷേപം കൊണ്ട് നിങ്ങൾ കളയുന്നത് അങ്ങനെയൊന്നും ചെയ്യില്ല. മുടി വരേണ്ട മരുന്നുകളുണ്ട് ഇഷ്ടം പോലെ. 1 മാസം കൊടുത്താൽ മതി, ഇവർക്കൊക്കെ മുടി വന്നോളും. അതുപോലെ ഹെയർ സ്കിന്നൊക്കെ നല്ല ഗ്ലേസിങ് വരേണ്ട മെഡിസിൻസ് ഉണ്ട്, ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അങ്ങനെയൊക്കെ ഉള്ളവരെ, പിന്നെ അവർക്ക് സ്മെല്ല് വരാതിരിക്കേണ്ട സ്പ്രേകളുണ്ട്, അവർക്ക് പല്ല് തേക്കേണ്ട ബ്രഷും പേസ്റ്റും ഒക്കെ ഉണ്ട്. എല്ലാ സാധനവും കിട്ടും, മെഡിസിൻസ് എല്ലാം കിട്ടും. അപ്പോൾ നിങ്ങൾ കൊണ്ടുവന്ന് കളയരുത്. എന്ത് രോഗത്തിനും അവർക്ക് മെഡിസിൻസ് ഉണ്ട്. ഇപ്പം നമ്മുടെ ഒരു മനുഷ്യനായിരുന്നാലും നമ്മൾ നോക്കുമ്പോൾ അതിനൊരു ഒരു ചെറിയൊരു ഹാർഡ് വർക്ക് ഉണ്ടാവും. അത് അത്ര തന്നെ ഇവർക്കും ഉണ്ടാവുന്ന ഹാർഡ് വർക്ക്, അത്രയേ ഉള്ളൂ കേട്ടോ. പാവം. പിന്നെ പലരും ചോദിച്ച പോലെ ഇവരെയൊക്കെ നോക്കിയിട്ട് ഇത്രയും പൈസ ചിലവാക്കി നോക്കിയിട്ടും ഇത്ര സ്നേഹമായിട്ട് നോക്കിയിട്ടും എന്ത് കാര്യമെന്ന് എന്നോടൊരു ബ്രോ ചോദിച്ചിട്ട് ആ ബ്രോയ്ക്കുള്ള മറുപടിയെ സങ്കടമില്ല. അതിന് ഞാൻ നല്ല സൗമ്യ ഭാഷയിൽ ഞാൻ മറുപടി പറഞ്ഞുതരാം. സൗമ്യമായ ഭാഷയിൽ ഞാൻ പറഞ്ഞുതരാം. ബ്രോ, നമ്മളെ 10 മനുഷ്യന് കൊടുക്കുന്നു, അവരൊക്കെ നമ്മളെ നോക്കണം എന്നുണ്ടാവും. ഇപ്പോൾ എനിക്ക് തന്നെ
ഞാൻ എത്രയോ മലയാളികൾ എൻ്റെ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിച്ചു. ഞാൻ നോക്കിയിട്ടുണ്ട് അവരെ കുഞ്ഞുങ്ങളെയും എൻ്റെ വീട്ടിലൊക്കെ ഒത്തിരി നാൾ. ഇപ്പോൾ അവരൊക്കെ ഈ പുറത്തൊക്കെ ദൂരേക്ക് ജോലിക്ക് പോയിട്ട് ഒരു കോള് പോലും നമുക്ക് ചെയ്യത്തില്ല. അവർക്ക് മറക്കും. മനസ്സിലായോ? എത്ര എല്ലാവരും ഇല്ല, ചിലവർ ഭയങ്കര പക്ഷെ അത് 100-ൽ 10 പേരേ ഉള്ളൂ അത്ര ആത്മാർത്ഥതയായിട്ട് ചെയ്യുന്നവർ. എത്രയോ മക്കളെ വളർത്തിയിട്ട് നമ്മൾ ഈ യൂട്യൂബിലൊക്കെ കാണുന്നില്ലേ, ഇപ്പോൾ അമ്മമാരെ കൊണ്ടുവന്ന് കളയുന്നു ഒക്കെ. അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ എല്ലാവരെയല്ല ഞാൻ പറയുന്നത്, കുറച്ച് പേരെയൊക്കെ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇവർക്ക് ഒരു നേരത്തെ ഭക്ഷണം നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ ഉണ്ടല്ലോ, ഒന്നുമില്ലെങ്കിലും നമ്മൾ പുറത്തുനിന്ന് വരുമ്പോൾ വാലാട്ടി ആദ്യം വരുന്നത് ഇവരാണ്. നമ്മളെ കൊണ്ടുവിടാനും ആദ്യം വരുന്ന ഇവരാണ്. ഇവർക്ക് തോന്നുന്ന ആ മനോവിഷമം ആർക്കും തോന്നത്തില്ല. അത് ഭയങ്കര ഒരു ആത്മാർത്ഥമായ സ്നേഹമാണ്. അല്ല, നമ്മൾക്ക് ആ സ്നേഹം മതി. ഇപ്പം എൻ്റെ മക്കളെന്ന് പറഞ്ഞാൽ ഉദാഹരണത്തിന്, എൻ്റെ മക്കളിപ്പോൾ കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ല, എല്ലാവരും നോക്കുന്നു. ഇനി കല്യാണം കഴിയുമ്പോൾ എനിക്ക് അറിഞ്ഞുകൂടാ നാളെ എന്താണ് നമുക്ക് വരാൻ, അവരെങ്ങനെയാണ് എന്നൊന്നും എനിക്കറിയാൻ പാടില്ല. എല്ലാം ദൈവത്തിൻ്റെ കയ്യിലിരിക്കുന്നു. പക്ഷേ ഇവരെന്ന് പറഞ്ഞാൽ ഇവർ നല്ല ആത്മാർത്ഥത സ്നേഹം തരുന്നവരാട്ടോ. കണ്ടോ, അവൻ കിടന്നു, ഇതാണ് അവൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഭക്ഷണം കഴിച്ചു, മൂത്രം ഒഴിച്ചു, തുടച്ചു കൊടുത്തു, പല്ല് തേച്ചു. അതാണ് അവൻ്റെ നിത്യകൃഷ്ട. പഞ്ച്വാലിറ്റിയാണ് അതവൻ്റെ. അതൊക്കെ ഞങ്ങൾ കുറേ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. രാവിലെ ആയിരുന്നാലും വരുമ്പോഴും മൂത്രം ഒഴിക്കും. അതുകൊണ്ട് അവൻ അവിടെ ഇരിക്കും. പുറത്തുനിന്ന് മൂത്രം ഒഴിച്ച് വന്നാൽ അവൻ ബെഡിൽ കയറിയില്ല, അവൻ അവിടെ ഇരുന്ന് നമ്മൾ ടിഷ്യൂ പേപ്പർ കൊണ്ടൊക്കെ തുടച്ചിട്ടേ വരുള്ളൂ കേട്ടോ. അപ്പോൾ ഈ അറിയാൻ പാടില്ലാത്തവർക്കാണെങ്കിൽ ഞാനിത് എപ്പോഴും ഇങ്ങനെ ബാർ ഞാനിങ്ങനെ ഈ ഡയലോഗ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഡെയിലി കേൾക്കുന്നുള്ളവർക്ക് മതിയാവും കേട്ടോ ഈ ഇവർ ചേച്ചി പറയുന്നത്. പക്ഷേ ഈ ആദ്യമായിട്ട് കാണുന്നുള്ളവർക്കൊക്കെ അറിയാൻ പറ്റത്തില്ല. പിന്നെ ആദ്യമായിട്ട് കാണുന്നുള്ളവർ എൻ്റെ പഴയ വീഡിയോസൊക്കെ ഒന്ന് എടുത്ത് കാണുക ഫ്രണ്ട്സ്. നമ്മളെ വിലയിരുത്തുമ്പോഴേ ഒരു വീഡിയോ കണ്ട് വിലയിരുത്തരുത്. നമ്മുടെ കുറേ വീഡിയോസ് നിങ്ങൾ കാണണം, അപ്പോഴേ മനസ്സിലാവുള്ളൂ. പുതിയ കാണുന്ന ആൾക്കാർ കേട്ടോ. എന്നെ എന്തെങ്കിലും നെഗറ്റീവ് കമൻറ്റ് പറയാൻ വരുന്നവർ ആദ്യം ഒരു വീഡിയോ കണ്ടെന്ന് പറയരുത് കേട്ടോ പ്ലീസ്. നിങ്ങൾ മുമ്പോട്ടുള്ള കുറേ പഴയ വീഡിയോസ് കാണാം, അപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഞങ്ങളെങ്ങനെ നോക്കുന്നു എന്നൊക്കെ. ഇതാണ് മോൻ്റെ കിടപ്പൊക്കെ. ഞാൻ തലയണി വെച്ച് കൊടുത്താൽ അവിടെ കിടന്നോളും. ഇനി അവൻ അവിടെ കിടന്ന് ഉറങ്ങിക്കോളും. ഇനി ഞാൻ പോയി ഒത്തിരി കാര്യങ്ങളുണ്ട്. ഒന്ന് മേത്ത് വെള്ളം ഒഴിക്കണം. അടുക്കളയിലൊക്കെ നിന്നിട്ട് നമ്മൾ 3-4 നേരത്തെ കുളിയാണ് കേട്ടോ. വിളക്ക് എത്തിക്കുമ്പോൾ ഉച്ചയ്ക്ക്, രാവിലെ, പിന്നെ രാത്രി കിടക്കാൻ നേരത്തൊന്നും കുളിക്കാതെ ഒന്നും കിടക്കാൻ പറ്റില്ല. മേത്ത് വെച്ചു, ഭക്ഷണം കഴിച്ചു, പല്ല് തേച്ചു. ആരും ഇല്ലാത്തതുകൊണ്ട് പാത്രങ്ങളൊക്കെ എല്ലാം കഴുകി വെക്കണം. എല്ലാം കഴിഞ്ഞ് അടുക്കളയ്ക്കൊന്ന് തുടച്ചു. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് മോൻ്റെ കാര്യത്തിനൊക്കെ വന്നത് കേട്ടോ. അപ്പോൾ ഒരു കുഞ്ഞു വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് അവൻ്റെ ഇന്നത്തെ വിശേഷങ്ങൾ, ഈ ഈവനിങ് വിശേഷങ്ങളാണ് ഞാൻ എടുത്തത് കേട്ടോ. മോനെ കുറച്ച് ഈവനിങ് വിശേഷങ്ങൾ. ഇപ്പോൾ പകലെന്ന് പറയുമ്പോൾ നമുക്ക് നാളെ മഴയാണെങ്കിൽ എടുക്കാൻ പറ്റില്ല. ഇന്ന് കറുത്തിരുണ്ടൊക്കെ വന്നു. അപ്പോൾ മോൻ്റെ കുറച്ച് ഈവനിങ് വിശേഷങ്ങളാണ്. ചെറിയൊരു വീഡിയോ ആയിട്ട് വന്നതാണ്. നമ്മളെ കുറേ ചങ്ക് ഫ്രണ്ട്സുകളെന്ന് പറഞ്ഞാലേ നിങ്ങൾക്ക് അറിയാൻ പാടില്ല. ഈ പുതിയ ആൾക്കാരോട് പറയുന്നത് കുമാർജി, അമ്പിളി, ഗീതാ മേഡം, പിന്നെ വത്സല മേഡം, പിന്നെ വിജയകുമാർ, പിന്നെ ഒരുപാടെന്ന് പറഞ്ഞാൽ ഷബിന, പിന്നെ എന്തെന്നോ ഒത്തിരി പേര്, സ്നേഹ, സിന്ധു, ബിന്ദു കണ്ണൻ, ഒരുപാട് ഞാൻ പേര് എല്ലാവരുടെയും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേര് കേട്ടോ. പേര് ഞാൻ ബാക്കിയുള്ളവരുടെയൊക്കെ നാളെ പറയാം. ഞാൻ കാണാതെ ഇനി എനിക്ക് മനസ്സിലാവില്ല. ഞാനിപ്പോൾ കാണാതെ അല്ലേ പറയുന്നത്. ഒത്തിരി നമ്മുടെ ഷൈനി, ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ എൻ്റെ വീഡിയോ ഇടുമ്പോഴേ ആദ്യം മുതൽ ഇതുവരെയും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. എന്നെ സപ്പോർട്ട് ഇതുപോലെ ചെയ്യുന്ന കുറേ എൻ്റെ സഹോദരന്മാരൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവരൊക്കെ എൻ്റെ മോനെ ഒരു ദിവസം കണ്ടില്ലെങ്കിൽ വിഷമിച്ചിരിക്കും. അപ്പോൾ അവർക്കൊക്കെ വേണ്ടി എനിക്ക് ഇട്ടേ പറ്റുള്ളൂ കുറച്ചെങ്കിലും കേട്ടോ. അതുകൊണ്ട് ഞാനൊരു ഈവനിങ് വീഡിയോ ഇടുന്നു. എത്ര തിരക്കാണെങ്കിലും എത്ര ഹോസ്പിറ്റലിൽ പോയാലും എൻ്റെ ഈ ചങ്ക് സഹോദരന്മാർ കാണാറുണ്ട്. എല്ലാ ഷോർട്ട് വീഡിയോയ്ക്കും ലോങ് വീഡിയോയ്ക്കും ഇവരെ ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും. ഒരുപാട് കാര്യങ്ങൾ എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഒരുപാട് സപ്പോർട്ട്. അപ്പോൾ എല്ലാവരും തന്നെ എനിക്ക് സിബി,
ജോയ്സി, പേരിപ്പോഴാണ് ഓർമ്മ വരുന്നത് കേട്ടോ. കുറേ പേരുണ്ട്, കുറേ പേര്. ഞാൻ ഇനി ഒരു ദിവസം പേര് എഴുതി വെച്ചിട്ട് ഞാൻ വരാം. എനിക്ക് ചിലത് മറന്നു പോകുന്നു കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ എന്തെന്നാ പെട്ടെന്ന് ഇങ്ങനെ നമ്മൾ വീഡിയോയിൽ പറയുമ്പോൾ കിട്ടുന്നില്ലെന്നേ ഉള്ളൂ. പിന്നെ പേര് പിന്നെയും ഓർമ്മ, സിജി, പിന്നെ സാഫി, പിന്നെ സൗമി മോഹൻ, പിന്നെ ഒരുപാട് പ്രീതി, പ്രജി, ഒരുപാട് പേര് കേട്ടോ. പേര് ആരുടെയെങ്കിലും വിട്ടുപോയിട്ടെങ്കിൽ സോറി കേട്ടോ, ആരും വിഷമിക്കരുത്. ഞാനൊരു പേപ്പറിൽ എഴുതിയിട്ട് എല്ലാം ഞാൻ കൊണ്ടുവന്ന് വായിച്ചു തരാം കേട്ടോ. മത്സലാജി എന്നൊക്കെ പറഞ്ഞാൽ ഒരു ഷൈനിയൊക്കെ ജോലിക്ക് പോയിട്ട് വന്നാൽ ഒരുപാട് പണിയുണ്ടെങ്കിൽ, പിന്നെ നമ്മുടെ ഗീത മാഡം ഒക്കെ ഒത്തിരി ആൾക്കാർ കാണുന്ന ചാനലാണ് കേട്ടോ എൻ്റെ. ഒരുപാട് ഫാൻസ് ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയാണ് ഞാൻ മോനെ ഇരുന്ന് കൊണ്ടുവരുന്നത്. പിന്നെ സിന്ധു, പിന്നെ പേരൊക്കെ ഇങ്ങോട്ട് വരുന്നുണ്ട്, നോക്കണം ഇനി കേട്ടോ. സോറി, ആരുടെയെങ്കിലും മറന്നു പോയെങ്കിൽ ഞാൻ നാളെ ഒരു ലിസ്റ്റിൽ എഴുതിയിട്ട് എല്ലാവരുടെ പേരും ഞാൻ കൊണ്ടുവരിക. അപ്പോൾ കുമാർജി എന്നൊക്കെ പറഞ്ഞാൽ അത് ഒരുപാട് ഷെയർ ചെയ്യുന്ന ആളാണ് കുമാർ. പിന്നെ ഒരുപാട് പേരുണ്ട്, ഒരുപാട് പേര്. പിന്നെ പ്രസന്ന, പിന്നെ ആരാണ്, കുറേ പേരുണ്ട് കേട്ടോ, കുറേ പേരുണ്ട്. ആരുടെയെങ്കിലും പേര് വിട്ടുപോയിട്ടെങ്കിൽ സോറി. ഞാൻ നാളെ ഒരു പേപ്പറിൽ എഴുതിയിട്ട് ഞാൻ എല്ലാവരുടെ പേരും ഞാൻ വായിക്കും കേട്ടോ. അപ്പോൾ ഒന്ന് ക്ഷമിക്കണേ, ആരും വിഷമിക്കരുത് കേട്ടോ. ഞാൻ പേര് പറഞ്ഞില്ല എന്ന് പറഞ്ഞ് വിഷമിക്കരുത് കേട്ടോ. പെട്ടെന്ന് നാവിൽ വരുന്ന പേരൊക്കെ അങ്ങോട്ട് പറഞ്ഞു എന്നേ. അപ്പോൾ എല്ലാവർക്കും നാളെ ഞാൻ എല്ലാവരുടെ പേരും എഴുതി ഞാൻ വരും കേട്ടോ. വാസുദേവൻ ജി, പിന്നെ ഇപ്പോഴാണ് ഓർമ്മ വരുന്നത് കേട്ടോ. ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഓരോരോ പേരുകൾ ഓർമ്മ. നമ്മൾ കാണുമ്പോൾ എല്ലാവരെയും അറിയാം, പക്ഷേ പെട്ടെന്ന് ഇങ്ങോട്ട് വീഡിയോയുടെ മുമ്പിൽ പറയാൻ വരുന്നില്ല, കിട്ടുന്നില്ല, അതാ സത്യം. അപ്പോൾ ഇന്നൊരു ഈവനിങ് വീഡിയോ ഒക്കെ ആയിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് മോൻ്റെ ഡെയിലി റൂട്ടീനും ഈവനിങ് റൂട്ടീനും ഒക്കെ. മോൻ്റെ കൊച്ചു തമാശകളൊക്കെ ആയിട്ട് ഞാൻ വന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയറും കമൻറ്റൊക്കെ ഷെയർ ചെയ്യണം കേട്ടോ. ഷെയർ ചെയ്ത് എല്ലാവരുടെ കയ്യിലും എത്തട്ടെ ഈ വീഡിയോസൊക്കെ. അപ്പോൾ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ. എന്നെ സ്നേഹിക്കുന്നവർ ലൈക്കും ഹൈപ്പും സംഗതിയുണ്ട് കേട്ടോ. ഹൈപ്പെന്ന് പറയുന്ന സംഗതിയുണ്ട്, അതും കൂടെ ചെയ്യുക. അപ്പോൾ എല്ലാവരും തന്നെ നല്ലതായിട്ടിരിക്കുക. അപ്പോൾ നല്ലൊരു വീഡിയോ ഒക്കെ ആയിട്ട് ഇനി വരാം. ഒരു ഈവനിങ് വീഡിയോ എടുത്തന്നേ ഉള്ളൂ കേട്ടോ. കുഞ്ഞു തമാശ, എൻ്റെ കുഞ്ഞ് റെഗുലർ റൂട്ടീനും വൈകുന്നേരത്തെ റൂട്ടീനൊക്കെ കാണിക്കാൻ വേണ്ടി. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. കാണുന്നവരൊക്കെ ഷെയർ ചെയ്യുക കേട്ടോ. ഷെയർ ചെയ്താൽ മാത്രമേ വീഡിയോസ് എല്ലാവരുടെ കയ്യിലും എത്തത്തുള്ളൂ. പിന്നെ ബെൽ ബട്ടൺ അമർത്തുമ്പോൾ നോട്ടിഫിക്കേഷൻ എല്ലാം തന്നെ കിട്ടും കേട്ടോ. അവിടെ ഒരു ബെൽ ബട്ടൺ ഉണ്ട്, അതൊന്ന് ടച്ച് ചെയ്യുമ്പോൾ എല്ലാവർക്കും നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ എൻ്റെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ എല്ലാവർക്കും കറക്റ്റ് ടൈമിൽ കിട്ടും. അതുപോലെ തന്നെ ഷോർട്ട് വീഡിയോയും കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ പിന്നെ എന്തെങ്കിലും ആർക്കെങ്കിലും മനോവിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്കത് ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോഴേ നമ്മൾ കൂടുതൽ വന്നു കഴിഞ്ഞാൽ നമ്മളിവനെ സ്നേഹിക്കുന്നുണ്ടാണ് ഫ്രണ്ട്സ്. നമുക്ക് ഒരുപാട് സ്നേഹമുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, ഞാനൊരു കാര്യം പറയട്ടെ. എൻ്റെ മക്കളെ, എൻ്റെ വേറെ ആരെങ്കിലും വന്ന് ഈ ഡോഗ്, അതിന് മലയാളത്തിൽ ഞാൻ പറയാം പട്ടിയെന്ന് തന്നെ പറയുന്നത്, അങ്ങനെ പറഞ്ഞാൽ പോലും ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല. അവനങ്ങനെ പറയുന്നത് പോലും ഞങ്ങൾക്ക് ഇഷ്ടമല്ല. ചിലവർ അങ്ങനെ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ പറയട്ടോ, അത് പറയരുത്, അവന് സ്കൂബിന്ന് പറയാൻ, അങ്ങനെ പറയുന്നത് ഇഷ്ടമല്ല. ഇവിടെ ബംഗാളീസിൽ അങ്ങനെയുണ്ട് കേട്ടോ. ബംഗാളീസിൽ ഞാൻ കണ്ടിട്ടുണ്ട്, ചിലവർ കുത്താന്ന് വന്ന് പറയുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെടില്ല, ഒന്നി ബേട്ടാന്ന് പറയും. അങ്ങനെ അതെന്താണെന്നറിയാമോ, നമ്മൾ അവരെ മനസ്സുകൊണ്ട് സ്നേഹിക്കുന്ന ആ സ്നേഹത്തിൻ്റെ ഇതുകൊണ്ടിട്ടാണ് നമുക്ക് ഇതുപോലത്തെ മെസ്സേജൊക്കെ കാണുമ്പോൾ സങ്കടം വരുന്നത് കേട്ടോ. അല്ലാതെ വേറെ ഒന്നുമില്ല. അപ്പോൾ ആ ഒരു ഷോക്കിൽ പറയണമെന്നേ ഉള്ളൂ കേട്ടോ. നമ്മൾ പാവങ്ങളാണ്, നമ്മൾ അത്ര പാവങ്ങളായതുകൊണ്ടാണ് ഇവരെ പോലെയുള്ള ജീവികളെ നോക്കേണ്ട നല്ല മനസ്സ് നമുക്ക് ഉണ്ടാകുന്നത്. അത് മനസ്സിലാക്കണേ. അപ്പോൾ ഒരു കുഞ്ഞു വീഡിയോ ഒക്കെ ആയിട്ട് വന്നാണ് ഇവൻ്റെ എല്ലാ ഈവനിങ് റൂട്ടീനൊക്കെ ആയിട്ട്. നാളെ ഒരു നല്ല വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ. ഞാനപ്പോൾ കണ്ടൻറ്റുകൾ കൊണ്ടുവരാൻ വേണ്ടി നോക്കുന്നു കേട്ടോ. അതുവരേക്കും ബൈ. എല്ലാവർക്കും ശുഭനിദ്ര, നല്ലൊരു ദിവസം. നാളെ നേരം വിളിക്കുന്നു, നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ.